ഇത് നമ്മൾ ഇതുവരെ ഇടാതെ വിലയാണ്. നിങ്ങൾക്ക് 3500 ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3300 തരാം. 3300 തരാം. ഇതിലും കുറച്ചൊക്കെ സാധനം കൊടുക്കാൻ പറ്റുമോ? ഇതിലും കുറച്ച് നോക്കിക്കോളൂ. അതിന്റെ ക്വാളിറ്റി നോക്കിക്കോ. അതായത് ഈ സ്ക്രീനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ. ഇതെന്തുണ്ട്? ഇത് 1800 എർട്ടിഗയുടെ 7 സീറ്റർ ആയത്. 7 സീറ്റർ ആയി വരണം. ശരി. ഇത് വാഷബിൾ ആണ്, നിങ്ങൾ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാം. ശരി ശരി. ഇതിൽ 2 ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ 1300 രൂപയ്ക്ക് തരാം. ഇത് 1500 രൂപയ്ക്ക്. 1500. ഓക്കെ, അതാ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റിന്റെ വ്യത്യാസമാണ്. ഒരു 4 വെച്ച് നോക്കണം. 1700 രൂപയ്ക്ക് ഈ മെറ്റീരിയലിന് പൈസ കൊടുക്കണ്ടേ അല്ലേ? ഈ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ചിന് എന്ത് പറയാൻ അതിന് പൈസ കൊടുക്കണ്ടേ? ഒരാള് പണിക്കൂലി കൊടുക്കണ്ടേ? പിന്നെ അതായത് ആ സാധനമാണ് നിങ്ങൾക്ക് വെറും 1700 രൂപ ഒരു വണ്ടിക്ക് കംപ്ലീറ്റ് വേണ്ട സാധനം തരുന്നത്. ഇത് സെറ്റ് എന്ത് റേറ്റ് വരും? ഇത് വന്ന് പ്രീമിയം ക്വാളിറ്റി ആണ്. 4000 രൂപ. 4000 രൂപ. അത് ഈ പറഞ്ഞ പൈസ ഇത് അടിച്ചെടുക്കണമെങ്കിൽ എന്തായാലും 7000 8000 രൂപ ആവും. കുറഞ്ഞത് കൊടുക്കണം ഇവിടെ. ഇതിനേക്കാൾ കിടലിനായിട്ടൊരു ഓഫർ ഇന്ന് വരെ നിങ്ങൾ ആരും കേട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയാം. അതായത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഒരു യൂട്യൂബിലും കാണിക്കാത്ത അത്രയും ഓഫറിൽ നിങ്ങളൊരു കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാണ്ട് കാരണം നിങ്ങളുടെ വാഹനത്തിലേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് ആക്സസറീസ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങൾ ഇതൊരു 4 കോംബോ സെറ്റായിട്ടാണ്. ഏറ്റവും വില കുറഞ്ഞ കോംബോ മുതൽ നിങ്ങൾക്ക് കുറച്ച് കൂടി വരുന്ന ബ്രാൻഡഡ് സാധനങ്ങളിലേക്ക് വരെയുണ്ട്. അതായത് ആലോചിക്കേണ്ടത്, ഞാനിന്ന് വന്നുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പും ചെയ്തിട്ടുള്ള ഷിഫ കാർസിലാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ ത്രൂ ഇവരുടെ എല്ലാ വീഡിയോയും അത്യാവശ്യം നല്ല മില്യൺസ് വ്യൂ വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ. അത് വഴിയൊക്കെ ഒരുപാടധികം 1000 അല്ല 10,000-ലധികം ആൾക്കാർ ഇതുവരെ ഇവിടെ വന്ന് സാധനം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാറുണ്ട്. ഈ ഒരു ഷോറൂം ഇവിടെ ഒരു ഷോപ്പിൽ വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. നിങ്ങളുടെ വണ്ടി ഏതാണെങ്കിലും അതിന് വേണ്ടുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ഉണ്ട്. ബ്രോയിങ്ങൊന്നും നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? അതായത് ഇതൊന്നും ലോക്കൽ പ്രൊഡക്ട്സ് അല്ല, അത്യാവശ്യം എല്ലാത്തിനും വാറണ്ടിയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് കോംബോ പ്രൈസിൽ തരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിൻ്റെ വില ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ വിലയാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് മുഴുവൻ തരാൻ പോകുന്ന ഒരാൾ നമ്മുടെ മച്ചാൻ നാസിഫ് ബ്രോ, സ്വാഗതം. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നാസിഫിൻ്റെ ഷോപ്പാണിത്. ജസ്റ്റ് നിങ്ങൾ ഉക്കട മാർക്കറ്റിൽ ഷോപ്പ് നമ്പർ എത്ര? നമ്മുടെ ഷോപ്പ് വരുന്നത് ഉക്കട മാർക്കറ്റിൽ. ഷോപ്പിന്റെ പേര് ഷിഫ കാർസ് എന്നാണ്. ഷോപ്പിന്റെ നമ്പർ 84 85 86. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നമ്പർ വരുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഉക്കട മാർക്കറ്റിന് ഉള്ളിലാണ് അല്ലേ? ലോറിപ്പേട്ടിലെ ഷോപ്പ് ഉണ്ടായിരുന്നു പഴയ മാർക്കറ്റിനുള്ളിൽ. ഓക്കെ, പഴയ മാർക്കറ്റിനുള്ളിൽ. അത് നമ്മൾ ശരിക്കും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. വേറൊരു കിടിലൻ സംഭവമൊക്കെ വരുന്നുണ്ടല്ലേ, വമ്പൻ ഷോറൂം. നമുക്ക് വഴിയെ കാണിക്കാം. നാസിഫ് ബ്രോ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഓഫർ. അത് ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി. അതും വാറണ്ടി ഉള്ള പ്രോഡക്ട്സ് അല്ലേ? വാറണ്ടി ഉള്ള പ്രോഡക്ട്സ് ഈ റേറ്റിന് ഈ ഓഫർ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. കുറച്ച് കോമ്പോയിന്റ് സംഭവങ്ങളുണ്ട്, ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പറഞ്ഞാലും തരില്ല. നമുക്ക് ജസ്റ്റ് അവിടെ നമ്മൾ 1-2 സംഗതികൾ കാണിച്ചു തരാം. പിന്നെ വേറൊരു മെയിൻ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ 2 എപ്പിസോഡ് വരും. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവരുടെ അടുത്തുള്ള ഈ ഒരു അതായത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെയും സീറ്റ് കവറിന്റെയും മാറ്റിന്റെയും സംഭവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് കാണിക്കുമ്പോൾ തന്നെ 35 മിനിറ്റ് ആവും. പക്ഷേ ഇവിടെയും വേറെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അല്ലേ? ഒരു 100+ പ്രോഡക്ട്സ് ഇൻഡിവിജ്വലി ഇവിടെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അല്ലേ? ഒരുപാട് ഐറ്റംസ്. അതായത് ഈ നമ്മുടെ പെർഫ്യൂംസ്, മൊബൈൽ ഹോൾഡർ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ശരി, അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്ന നാസിഫ് ബ്രോ ഇതുമല്ലാണ് അല്ലേ? അതായത് ഇവിടുത്തെ മാസ്റ്റർ പീസ് ഐറ്റംസ്. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും അതായത് ഇന്നത്തെ ഓഫർ സാധനം അതെങ്ങനത്തെ ഏറ്റവും വില കുറഞ്ഞത് 9 ഇഞ്ച് ആൻഡ്രോയിഡ്. 9 ഇഞ്ച് ആൻഡ്രോയിഡ്. അതായത് നിങ്ങൾക്ക് ഒരു സാധാരണ സാധനം സെക്കൻഡ് ഹാൻഡ് പോലും വാങ്ങിക്കാൻ കിട്ടാത്തതിനേക്കാൾ വില കുറച്ച് വിത്ത് 1 ഇയർ വാറന്റിയോടെ പുതിയ സാധനം അല്ലേ? ഇതിപ്പോ നമുക്ക് എന്താ ഇതിന്റെ സ്പെക് ഒന്ന് പറയോ? ഇത് നമുക്ക് 2 GB റാം വരും, 32 GB മെമ്മറി വരും. ഓക്കെ, 32 GB മെമ്മറി ഉണ്ട്. ഇത് വന്ന് നിങ്ങൾക്ക് 9 ഇഞ്ച് ഡിസ്പ്ലേ, IPS ഡിസ്പ്ലേ വരും. ഇതിൽ നിങ്ങൾക്ക് കിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഒരു വണ്ടീന്റെ പോലും, അതായത് ഞാൻ പറഞ്ഞ പഴയ മാരുതി 800ന്റെ കാര്യമല്ല പറയുന്നത്, അത്യാവശ്യം വയറിംഗ് ഉള്ള അല്ലേ? ഏത് വണ്ടിക്കാണെങ്കിലും ഒരു വയറിംഗ് പോലും കട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാം. ഇതിന്റെ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ, അതായത് ഇതും അല്ലേ, ഈ ഒരു ബോക്സോട് കൂടിയിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും അത് പറ? ഇത് നമ്മൾ ഇതുവരെ ഇടാതെ വിലയാണ്. നിങ്ങൾക്ക് 3500 ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3300 തരാം. 3300 തരാം. ഇതിലും കുറച്ചൊക്കെ സാധനം കൊടുക്കാൻ പറ്റുമോ? ഇതിലും കുറച്ച്, അതായത് നമുക്ക് വരുന്ന റേറ്റ് 3300. ഇതെന്ന് പറയുന്നത് ഇത്രയും നാള് നിങ്ങൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തതിനുള്ള ഒരു ഇതാണ് അല്ലേ? അതായത് 0 പൈസ ഇവര് ലാഭം എടുക്കാണ്ട് കിട്ടുന്ന വിലക്ക് അല്ലേ? ഓക്കെ, അതാണിത് 3300. പക്ഷെ ഇത് ഏറ്റവും കുറഞ്ഞ വിലയാന്ന് പറഞ്ഞിട്ട് ഇത് ലോക്കൽ സാധനം അല്ല അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ലേ? ക്വാളിറ്റി ഉണ്ട്, സ്പെക്ക് ബേസിക് ആണ്.
സ്പെക്ക് ബേസിക് അത്യാവശ്യം ആണ്, സ്പീഡൊക്കെ ഉണ്ടാവില്ലേ? അത്യാവശ്യം സ്പീഡ് Hang ഒന്നും ഓക്കെ. ആവില്ലല്ലോ. നിങ്ങൾക്ക് ബേസിക് ലെവലിൽ പോകണമെങ്കിൽ ഇത് എന്തായാലും എടുക്കാം. ഇനി ഇവർക്ക് വേറെ ഇതിന്റെ കൂടുതലുള്ള സാധനങ്ങൾ കോമ്പോയിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇതിനേക്കാൾ അടിപൊളി സംഭവങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് മേലെ വരുന്ന ഏതാ? തൊട്ട് മേലെ വരുന്നത് ഇത് ഫ്ലൈസോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഏതാണ്? ഇതാണോ? നെക്സ്റ്റ് ആ ബേസിക് ലെവലിൽ തന്നെ ഇങ്ങനൊരു മോഡൽ ഉണ്ട്. ഇത് 3500. 3500. ഇത് 3500. ഇതെന്താ വ്യത്യാസം എന്താ? ഇത് നിങ്ങൾക്ക് സെയിം തന്നെ സ്പെക്കിൽ ഒരു 2-3 ഓപ്ഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ വരും. എക്സ്ട്രാ. ഓക്കെ, കാണാനൊക്കെ സെയിം ആണ് കേട്ടോ. ഇതിപ്പോ മാക്സിമം ഈ സാധനങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ച് മൂവിങ് ആവുന്ന ഇതിന്റെ സാധനം. അകത്ത് അഡീഷണൽ 3500 രൂപ വരുന്ന സ്പെക്ക് കേൾക്കണം. അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അല്ലേ? അതെ, അതാണ് മെയിൻ. അത് വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റും. വയർലെസ് കണക്ട് അതിൽ അടിപൊളി സാധനം കേട്ടോ. കാരണം ഞാനൊക്കെ എന്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഉപകാരമാണ് അല്ലേ? അതെ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമല്ലോ അല്ലേ? പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇത് ഏതാ? T7 ആണോ പ്രൊസസർ വരിക? ഇത് വന്ന് T3L. T3L. T3L അത്യാവശ്യം മോശമില്ലാത്ത പ്രൊസസർ. മോശമുള്ള പ്രോസസർ. 3500 രൂപയ്ക്കാണ് തരുന്നത്. നമ്മുടെ അടുത്ത് 1 രൂപ പോലും ഇല്ലാണ്ട് വന്ന സാധനം കൊടുക്കൂലേ? അതെ. പക്ഷെ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും EMI സംഭവം ക്രെഡിറ്റ് കാർഡിൽ എന്തൊക്കെയുണ്ട്? ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഏത് കൊടുത്താലും നമ്മൾ Paytm മെഷീനിൽ നമുക്ക് 2% ചാർജ് നമ്മൾ ചെയ്ത് കൊടുക്കാം. അത് 1 രൂപ പോലും മുടക്കണ്ട, കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായത്. ഇനി അതല്ല, ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ ഉണ്ടായാലും മതി. നമ്പർ ഉണ്ടെങ്കിലും ഇനി വേറെ കേസ് വേറെ എന്തെങ്കിലും ബജാജിന്റെ EMI ഒക്കെ ഉണ്ടോ? ബജാജിന്റെ നമുക്ക് ഒരു 20,000 പ്ലസ് എടുക്കും. ബജാജിന്റെ ചെയ്ത് കൊടുക്കാം. അതായത് 20,000 രൂപയിൽ കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് സാധനവും മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈസി ആയിട്ട് അത് പാസ്സാവും. ഇനി 3500 കഴിഞ്ഞാൽ പിന്നത്തെ സാധനം ഏതാ? ഇനിയിപ്പോ ഇത് 2 ബേസിക് ലെവല്. ഇത് ഒരു ആൻഡ്രോയിഡ് ഇല്ലാതെ വണ്ടിക്ക് ആഗ്രഹമുള്ളവർ മേടിക്കാം. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് സാധനം. ശരി, അത് കാണിച്ചോണ്ടോ. സ്റ്റാൻഡേർഡ് സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഏതാ സാധനം? ഏതാ? ഇത് വന്ന് പിക്സോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതിനകത്ത് നോക്കണം, QLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് അല്ലേ? ഇതിന്റെ അകത്ത് എല്ലാ സാധനവും വരില്ലേ? അതെ, ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം വരില്ലേ? ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ വരില്ല, പക്ഷെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ മറ്റേ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ എന്തൊരു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇത് കമ്പനി പാക്കിംഗ് ആണ്. ഒരു അവയർനെസ് ആയിട്ട് എടുക്കണം. ഈ കമ്പനി പാക്കിംഗ് പിന്നെ ഓൺ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പേര് വന്നാൽ മാത്രമേ അത് കമ്പനി പാക്കിംഗ്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് എന്ന് മാത്രം വരുന്നത് അത് നോർമൽ സാധനം. അതായത് പല സാധനങ്ങളും ചൈനയിൽ നിന്നൊക്കെ വരുത്തിയിട്ട് പെട്ടി അടിച്ചു. ഇതാണെങ്കിലോ ഇത് 2 നിങ്ങൾക്ക് ഞാൻ 4000 തരാം. സെയിം സ്പെക്ക്. അതാണോ നീ പറഞ്ഞ കുറച്ചുകൂടി കൂടിയ സാധനം? അതെ, 4000 രൂപ 500 രൂപന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി. ഇതും 2GB തന്നെയാണോ? ഇത് 4GB റാമും 32GB മെമ്മറി. 4GB റാം കറക്റ്റ് വർക്കിംഗ് ഉണ്ടോ? ഇത് പ്രോപ്പർ 2GB. അതുള്ളത് ഞാൻ പറയാം. ഞാൻ ഓപ്പൺ ആയിട്ട് വീഡിയോയിൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവില്ലേ? കുറച്ചും കൂടി അതിനേക്കാളും ബെറ്റർ സ്പീഡ്. അതായത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും ഡിസ്പ്ലേ ഒക്കെ. 4000 രൂപയ്ക്കാണ് ഇത് ഇത്രയും സ്പെക്കുള്ള സാധനം നിങ്ങൾക്ക് തരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതാ? ഇത് കഴിഞ്ഞ് ബ്രാൻഡഡിലെ എൻട്രി ലെവൽ. ബ്രാൻഡഡിന്റെ എൻട്രി ഏതാ? ബ്രാൻഡഡിലെ എൻട്രി ലെവൽ ഈ മൈ TVSും. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മൈ TVS കാണിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈക്കൊക്കെ ഉണ്ടാക്കുന്ന TVS ബ്രാൻഡില്ലേ, അവരുടെ സെയിം സാധനമാണ്. സെയിം സബ് ബ്രാൻഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സാധനം കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ടാവുക, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഇതൊക്കെ വാറണ്ടി ഉള്ളതല്ലേ? ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. ഇത് കണ്ടോ, അവരുടെ ബാഡ്ജിങ് വരും. അതുപോലെ തന്നെ ഇത് എല്ലാം ഒരുപോലെയാണ്. MRP ഒന്ന് നോക്കിക്കോളൂ. എത്രയാ ബ്രോ? 16,999 MRP ഉണ്ട്. ഒറിജിനൽ സാധനം. സെയിം കമ്പനി വാറണ്ടിയിൽ നമ്മൾ ഇത് വെറും ഈ 2 ക്വാളിറ്റി സെയിം സ്പെക്ക് ആണ്. 4,500 തരാം. 4,500. അതായത് ഇതിന്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വരുമോ? ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ വരില്ല. ഇതിൽ വരുമോ? വരും. അത് G-Sonic ഇല്ല, ഇതിൽ 2 ആൻഡ്രോയിഡ് ഓട്ടോ വരില്ല. 4,500. ഞാൻ ബാക്കി ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു സംഗതിയാണ് അതൊക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല അല്ലേ? ഇല്ലാതാണ് കുറച്ചുകൂടി സ്പീഡ് കൂടും. പ്രോപ്പർ ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ആവുന്ന സാധനങ്ങൾ നമ്മൾ വില കുറഞ്ഞതിൽ ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഇത് ഇനി പ്രോപ്പർ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വർക്ക് ആവുന്ന സാധനം G-Sonic 9E സീരീസ്. ഇത് T3L പ്രോസസർ, ആൻഡ്രോയിഡ് വേർഷൻ 14 വരും. ഇതിൽ ഒറിജിനൽ 3GB റാം വരും. അതായത് ഉള്ളിലൊന്നും പുറത്തൊന്നും അല്ല, ഒറിജിനൽ 3GB റാം ഉണ്ടാവും. ഫുൾ HD ഡിസ്പ്ലേ. ഇതിൽ 720 പിക്സലിന്റെ ക്യാമറ ഇതിൽ വരും. ഇൻബിൽഡ് ആയിട്ട് വരും. ഇത് നമ്മളുടെ ഒരു അഗ്മാർക്ക് സാധനമാണ് നമ്മുടെ ഷോപ്പിലത്തെ. നമ്മൾ കുറെ കാലം കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്താ കാരണം പറഞ്ഞാൽ നമ്മൾ കുറെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഉണ്ട്. നമ്മളൊരു ധൈര്യത്തിൽ കൊടുക്കുക. ഇതിനകത്ത് വരുന്ന സംഗതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യാമറ വരും, അതിന്റെ കൂടെ തന്നെ മൈക്ക് വരും, ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്. അത് മാത്രമല്ല USB-ന്റെ സാധനങ്ങൾ വരും. പിന്നെ ഇതും വരും. കംപ്ലീറ്റ് കിറ്റ്. ഇത് ഫ്രെയിം മാത്രം മേടിച്ചാൽ മതി അല്ലേ? ഇത് അതേപോലെ 18 മാസം വാറണ്ടി, 1.5 കൊല്ലം. അത്രയുണ്ട്. 1.5 കൊല്ലം വാറണ്ടി കിട്ടും. അടിപൊളി. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ സംഗതികളും സപ്പോർട്ട് ചെയ്യും, എല്ലാ ആപ്പും സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ ശരിക്കും എന്താ MRP എത്ര വരുന്നത് അറിയോ? ഇത് നിങ്ങൾക്ക് ഒരു 14,000 അടുത്ത് MRP വരും. നമ്മൾ കൊടുക്കുന്നത് 6,500. 6,500. പക്ഷെ ഇതിൽ എന്തൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു 10 കൊല്ലം വണ്ടിയിൽ കിടക്കും, ഒരു കംപ്ലൈന്റും വരും. അതാണ് കേട്ടോ. 18 മാസം വാറണ്ടി നോക്കണ്ട. ഇനി വാറണ്ടി കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ സർവീസ് വാറണ്ടി കഴിഞ്ഞാൽ സർവീസ് സെന്റർ ഉണ്ട് നമുക്ക്. ഇത് കമ്പനി സാധനം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെയാണ് ഇവിടുന്നൊക്കെ. അതായത് ഇപ്പോൾ ഇവരെ പോലെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം അതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആയത്
ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് മാറ്റി കൊണ്ടുടാ അല്ലേ, ഒരു കൊല്ലത്തിന് നടക്കാനും സെറ്റ് ചെയ്ത് കൊണ്ടാന്ന് പറയാം, അല്ലെങ്കിൽ നന്നായി കൊണ്ടാന്ന് പറയാം, അത് ഇവർ കൃത്യമായിട്ട് ചെയ്തു തരും, നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരും അല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എല്ലാവർക്കും കേരളത്തിൽ ഇവിടെ വരെ വരാൻ പറ്റില്ലല്ലോ, ഞാനിങ്ങനെ കറങ്ങുന്നവിടെ പറ്റൂലല്ലോ. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യുമോ? അതെ, ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി അടിച്ചു വരുന്ന എണ്ണ ചെലവ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കിലോയ്ക്ക് 60 രൂപ ഉള്ളൂ, ഒരു കിലോയ്ക്ക്. അതെ, കൊറിയറിന് എന്ത് സാധനം വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഒരു 100 രൂപയുടെ സാധനം ആയാലും അത് കിലോ പൈസ ഇട്ടിട്ട് നമ്മൾ അയച്ചു കൊടുക്കാം. ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു റഫായിട്ട് ചോദിച്ചു, ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ഒരു 10,000-15,000 വിട്ടുണ്ടോ? അതിന്റെ ഒക്കെ മേലെ പോയിട്ടുണ്ടോ? ഒരു ദിവസം നമുക്ക് ഒരു 50 കൊറിയർ പോകുന്നുണ്ട് എല്ലാ ദിവസവും. അതാണ് കേട്ടോ. അതിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എടുത്തവർക്കറിയാം ക്വാളിറ്റി എന്താണെന്ന്, എടുക്കാത്തവർ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ക്വാളിറ്റി മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ട്രസ്റ്റ് ചെയ്താൽ മതി അല്ലേ. ധൈര്യമായിട്ട് വാങ്ങിച്ചോട്ടോ, ഇഷ്ടം പോലെ ഇവർ കൊറിയർ അയച്ചതിൻ്റെ ഇത്ര വലിയൊരു അട്ടി വെച്ചിട്ടുണ്ട് അല്ലേ, ബില്ല്. അത് വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരാം. ഇത് എത്ര? 6,500. ഇത് 6,500. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാം പ്രോപ്പർ ആൻഡ്രോയിഡ് ഓട്ടോ. ഇനി അടുത്ത ഏതാ? ഇതിന്റെ മേലത്തെ ഏതാ? ഇനി ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് മോഡൽ. അതായത് ഇത് പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരു സമയത്ത് എന്തായാലും ആൾക്കാർ തെരഞ്ഞു നടന്നു. 24,000 25,000 ഒക്കെ ആയിരുന്നു പ്രൈസ് വന്നത്. ഇത് ഓപ്പണാ? ഓക്കെ. അതായത് നമ്മുടെ ഡയമണ്ട് 2K ആണ് കേട്ടോ. അതായത് എല്ലാവരും അന്വേഷിച്ച് നടന്ന സാധനം 24,000 രൂപയ്ക്കൊക്കെ ഇത് മേടിച്ച് വെച്ചവർ എന്താ പറയുക, നെഞ്ച് പൊട്ടി മരിക്കാൻ തയ്യാറായിക്കോളൂ അല്ലേ. നമുക്ക് ഇപ്പോൾ ഈ ഡയമണ്ട് 2K ഇത് സ്പെക്ക് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് ഒറിജിനൽ 4GB റാം, ഒറിജിനൽ 64GB മെമ്മറി വിത്ത് ഫാൻ വർക്കിംഗ്, ഓക്കെ, മെറ്റൽ ബോഡി. മെറ്റലാണ്, മെറ്റൽ ബോഡി. ശരിയാ. ഇത് റേറ്റ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ റേറ്റ്. ഇത് T5 ആണോ പ്രോസസർ? ഇത് വന്ന് T30 എന്ന് പറയും. ഇത് പുതിയ വേറൊരു സംഭവമാണ്. ഇത് കംപ്ലീറ്റ്ലി ടച്ച് സ്പീഡാണ്, സിസ്റ്റം സ്പീഡാണ്, മറ്റേത് സിസ്റ്റം പോലെ ലാഗ് ഉണ്ടാവും. ഒരു OLED സ്ക്രീനിന്റെ ക്വാളിറ്റി ഉണ്ട്. കമ്പയർ ചെയ്ത് കാണിച്ചു ഇതിന്റെ ക്വാളിറ്റി ഡിഫറൻസും മറ്റേ. പുതിയ പ്രൈസ് അതാണ് കേൾക്കണ്ടത്. ഇതിപ്പോ നമ്മള് ആദ്യം 10 രൂപ പറഞ്ഞു, പിന്നെ 8,500, പിന്നെ 7 രൂപ പറഞ്ഞു, പ്രാവശ്യം 6,500. എന്റെ പൊന്നു മോനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങൾ പണ്ട് 24,000 രൂപ മുടക്കിയ സാധനത്തിനാണ് ഇപ്പൊ അല്ലെ, അത് 24ഉം 18ഒക്കെ നമ്മൾ ഇവിടെ തന്നെ കാണിച്ചു. ആ സാധനത്തിനാണ് വെറും 6,500 രൂപയ്ക്ക് ഈ സാധനം കൊണ്ടുപോകട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഡിസ്പ്ലേ വരുന്നതാണ്. ഇവിടെ അല്ലാണ്ട് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയും പോയി വീഡിയോ ചെയ്യാം അല്ലേ. ഇത് കംപ്ലീറ്റ് സാധനം ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് സാധനം 1 ഇയർ റീപ്ലേസ്മെന്റ്. പക്ഷേ ക്യാമറ സെപ്പറേറ്റ് വാങ്ങണേ, അത് വാങ്ങണ്ട. അതിന് ഗിഡിലൻ ഒരു ബണ്ടിൽ വേറെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞോ, ഏകദേശം ഇതിന്റെ ഒരു കഴിഞ്ഞോ? ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു വേറൊരു പ്രത്യേക സാധനം എന്താ പറഞ്ഞാൽ, എന്താ സെയിം ഇതിലെ തന്നെ 360 സപ്പോർട്ട്. അടിപൊളി. ഇത് ജെംസ്റ്റോൺ അല്ലേ പറഞ്ഞത്? ഡയമണ്ട് ജെംസ്റ്റോൺ ഒക്കെ ഇപ്പൊ കണക്കാണ്, സെയിം അല്ലേ. ഇപ്പൊ ഇതിൽ എന്താ പറഞ്ഞാൽ വിത്ത് 360 സംഭവം സെയിം ആണ്. അതെ അല്ലേ, 360 ക്യാമറ സപ്പോർട്ട്. അതായത് സിസ്റ്റം ഒക്കെ കാണാൻ ഒരുപോലെ അല്ലേ. ഇതിന്റെ അത് അഡീഷണൽ വരുന്ന സാധനം എന്ന് പറയുന്നത് ഇതാ ഈ 360 ആണ്. മറ്റേ 360 ഉണ്ടാവില്ല. ഇതിന്റെ അത് ഇത് കണ്ടോ, നിങ്ങളുടെ വണ്ടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും വേണ്ട 4 ക്യാമറ, അതിന്റെ കംപ്ലീറ്റ് വയറിംഗ് അല്ലേ, ഉള്ളിൽ കംപ്ലീറ്റ് കിറ്റ് ഉണ്ടാവും. ഓക്കെ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു 720 പിക്സൽ വേണമെങ്കിൽ സപ്പോർട്ട് ആവും, 1080 പിക്സൽ വേണമെങ്കിൽ ഫുൾ HD ഒക്കെ സപ്പോർട്ട് ആവും. ഫുൾ HD. അടിപൊളി. ഇത് 2-in-1 ആണ്. ഓക്കെ. ഇതിപ്പോ ഈ സാധനവും ഈ 360യും എന്ത് വില എന്നാ തരും? ആദ്യം വീഡിയോ ചെയ്ത് 20,000, പിന്നെ 18 പറഞ്ഞു, പിന്നെ 18, പിന്നെ 17. ഇപ്പൊ ഒറ്റയടിക്ക് കുറച്ച് 11,000 രൂപയ്ക്ക് തരാം. ഇത്രയും സാധനം 11 രൂപയ്ക്കാ? ശരിക്കും ഒരു 1,000-1,500 രൂപ മതിയോ ഫിറ്റിംഗ് ചാർജ്? ഇത് ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 3 hours ടൈം, 2,000 രൂപ ഫിറ്റിംഗ് ചാർജ് കൊടുക്കണം. എന്താ കാരണം പറഞ്ഞാൽ അതിനുള്ള ഇലക്ട്രീഷ്യനും ടെക്നീഷ്യന്മാരും അറിയുന്നവർ തന്നെ ചെയ്യണം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 11,000 രൂപയ്ക്ക് ഈ സാധനം മേടിക്കാം, 2,000 രൂപ കൊടുത്ത് ഇവർ ഇവിടുന്ന് വെച്ചും തരും. വെറും 13,000 രൂപയ്ക്ക് 360 അല്ലേ. നീ അന്ന് എനിക്കിട്ട് ചാമ്പിയതാട്ടോ. ഞാൻ ആ ഓട്ടോബോട്സിന്റെ വാങ്ങിയപ്പോൾ അതിനകത്ത് അതിന് തന്നെ നമ്മൾ 8 രൂപ കണ്ട് തന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു ലാഭം കേട്ടോ. അന്നത്തെ റേറ്റ് നല്ല മാറ്റം വന്നു അല്ലേ. ഓക്കെ, എന്തായാലും ഇത് മുതലാണ്. വെറും 11 രൂപയ്ക്ക് വിത്ത് 360 4GB റാം കിഡിലൻ സാധനം കൊണ്ടുപോട്ടോ. വേഗം ഇത് ഇഷ്ടംപോലെ പീസ് ഉണ്ടോ? ഇഷ്ടംപോലെ, എല്ലാ പീസിലും 100 പീസ് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ മോഡലും 100 പീസസ്. ഇനി വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്ത് കൊടുക്കൂല. എത്ര വേണമെങ്കിലും, എന്താ പറയുക, നമ്മൾ ഷോപ്പിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ശരി. ഇനിയിപ്പോ 360 സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് മാത്രം എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇത് മാത്രം നമുക്ക് സ്റ്റീരിയോ വേണ്ട. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി സ്റ്റീരിയോ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ മോഡൽ 3,500, പക്ഷെ 3 രൂപ തൊട്ട് എൻ്റെ സാധനം 3 രൂപ ഏറ്റവും ടോപ്പ് എത്ര വരും? ഒരു 4,500 വരെ ഉണ്ട്. അതാണ് ഫുൾ HD വരുന്ന ഏറ്റവും ടോപ്പ് സാധനം അല്ലേ. ഇതേ നിങ്ങൾക്ക് ടോപ്പ് സാധനമാണ്, 3,500 കൊടുത്ത വർത്ത് സാധനമാണ് ഇത് അല്ലേ. ഓക്കെ, അതായിക്കോ. ഇതിന്റെ ജസ്റ്റ് ആ പാക്കിങ്ങിന്റെ ക്വാളിറ്റി തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും 3,500 രൂപയ്ക്ക് 360 ഒക്കെ നിങ്ങൾക്ക് വേറെ എവിടെയും പൊട്ടെങ്കിൽ അവിടെ പോയിക്കോട്ടോ, ഞാൻ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇത് ഓൺ ആക്കി വെച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ ലേശം ബ്രൈറ്റ്നസിന്റെ പ്രശ്നമുണ്ട് അല്ലേ. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും
ഫുൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നല്ല ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ലേശം ഒരു കുറവ് തോന്നുന്നത് അല്ലേ? അതെ. പക്ഷെ ഇതെല്ലാം നല്ല സ്പീഡല്ലേ? അതെ. ഇപ്പൊ ഈ QLED നോർമൽ LED ക്വാളിറ്റി ഡിഫറൻസ് ഞാൻ കാണിച്ചു. ഇത് QLED-യാ? ഇത് നോർമൽ LED, ഇത് QLED. ഓക്കെ. വീഡിയോയിൽ കാണുമെന്ന് അറിഞ്ഞില്ല. ഇത്രയും നന്നായിട്ട് നമ്മൾ കാണിക്കുമ്പോഴേ ഇതൊന്നും പൊളിച്ചേണ്ട ഒന്നും തോന്നരുത്. നോക്കിക്കോളൂ കേട്ടോ, അതിന്റെ ക്വാളിറ്റി നോക്കിക്കോ. അതായത് ഈ സ്ക്രീനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഡിഫറൻസ് നോക്കിക്കോളി. ബ്രൈറ്റ്നസ് കുറഞ്ഞു, ഫുൾ ബ്രൈറ്റ്നസ് കുറഞ്ഞു, അത് നൈറ്റ് മോഡ് ആയി. ഓക്കെ. പക്ഷെ നല്ല നല്ല അടിപൊളിയല്ലേ? ഫുൾ ഡേ ടൈം ഇത്രയും LED ലൈറ്റ് ഉണ്ട്. കാറിനകത്ത് ഭയങ്കര ഡാർക്ക് ആയിരിക്കുമല്ലോ, അപ്പൊ നമുക്ക് അടിപൊളിയായിരിക്കും. ഇതിന്റെ പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. പലരും കംപ്ലൈന്റ്, ഡിസ്പ്ലേന്റെ കാര്യം നമുക്ക് ഒന്നും ഒരു ആളെയും ഇനി കാണിക്കേണ്ട കാര്യമില്ല, കാരണം 100% പക്കയാന്ന് അറിയാം. ഇതിന്റെ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഇത് തിരിക്കുന്നതിനനുസരിച്ച് സൗണ്ടൊക്കെ മാറുന്നുണ്ടോ? അപ്പോൾ ഇത് ഡിസ്പ്ലേ അടക്കമുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എല്ലാവരും പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് ഇതിന് ചിലപ്പോൾ ഔട്ട്പുട്ട് അത്ര പോരാ, സൗണ്ട് പോരാ. ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ അടുത്ത്? അതായത് ഇപ്പൊ ഏത് ആൻഡ്രോയിഡ് എടുത്തെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കുറവാണ്. ഒരു പുതിയൊരു ഡിവൈസ് വന്നിട്ട് ഇതാണ് സാധനം അല്ലേ? ഇതെന്താ സാധനം? ഇത് DSP. ഓക്കെ. ഇത് എന്താ പറഞ്ഞാൽ ഇതില് 50x4 ഔട്ട്പുട്ട് ഉണ്ടാവും. അതിന് 80x4 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള DSP. അതായത് 50 വാട്ട്സിനെ 80 വാട്ട്സ് ആയിട്ട് അപ്ഗ്രേഡ്. അതെ. ഇത് നമുക്ക് ബ്രാൻഡഡ് സോണി, പയനീർ അങ്ങനത്തെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരും. നമ്മൾ ആൻഡ്രോയിഡ് പഠിക്കുമ്പോൾ സെപ്പറേറ്റ്. ഇതിന് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് സ്റ്റാർട്ടിങ് 2000 രൂപ തൊട്ട്. 2000 രൂപ. ഈ 2000 രൂപയിൽ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ടാവില്ല? നല്ല അടിപൊളി സാധനമാണ്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, എൻ്റെ വണ്ടിയിൽ ഇപ്പം നിലവിൽ ഞാൻ വെച്ചിട്ടുള്ളതിൽ ഈ പറഞ്ഞ സെയിം സാധനത്തിൽ നോർമൽ വണ്ടിയിലുള്ള സിസ്റ്റത്തിൽ തന്നെ കൊടുത്താൽ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട്. അത് പോരാ, വണ്ടി പൊളിയണമെന്ന് ആവശ്യമുള്ളവർക്ക് അല്ലേ? ചിലപ്പോൾ എന്തോരം പവർ ഉണ്ടെങ്കിലും മതിയാവില്ല ചിലർക്ക്. അങ്ങനെയുള്ളവർ മാത്രം ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായി. നോർമലി നിങ്ങളുടെ വണ്ടിയിൽ ആദ്യം സെറ്റ് ചെയ്താൽ അത് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എടുത്തായി. അതായത് ഈ സംഭവത്തിന്റെ പേര് DSP എന്നാണ്, ഡിജിറ്റൽ സൗണ്ട് പ്രൊസസർ ആൻഡ്രോയിഡ് ആംപ്ലിഫയർ. ഇത് ഏത് കുറച്ച് നല്ല ക്ലാരിറ്റി പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ആദ്യം മുതലേ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയ ഒരു സാധനം അതിനി നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇപ്പോ മൊത്തം കൂട്ടി വരുമ്പോൾ 12,800 വരുന്നത്. ശരി. നമ്മള് ഇപ്പൊ കോംബോ 2 ഓഫർ ആയിട്ട് 10,500 കൊടുക്കാം. 10,500, അതായത് 9,500, ഇത് 10,500, 1000 രൂപ ഡിഫറൻസ്. പക്ഷേ ഈ കോംബോയിൽ വരുന്നത് ഈ പിക്സോണിക് ബ്രാൻഡ്. ആദ്യം പറഞ്ഞ 4,000 രൂപ വരുന്നില്ല, നമ്മള് ഈ വീഡിയോന്റെ ഫസ്റ്റ് നമ്മളെ സിംഗിൾ കാണിച്ചപ്പോൾ അല്ലേ? ഈ കോംബോയിൽ എന്തൊക്കെ പോടും പറഞ്ഞാൽ ഇത് അതിന്റെ ക്യാമറ, അതിന്റെ ഒരു ഫ്രെയിം വിത്ത് പ്ലഗ് ആൻഡ് പ്ലേ. എടുത്തു പറയണം AHD ആണ്, AHD ക്യാമറ. അതുപോലെ ഓരോ ക്യാമറ ഡിഫറൻസ് ഉണ്ട് ഓരോ കോംബോയിൽ. അപ്പൊ ഇത് വന്ന് 1600 MRP വരുന്ന ക്യാമറയാണ്. അതായത് ഇത് പക്ക എന്റെ വണ്ടിയിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന സാധനം, നമ്മൾ അന്ന് എടുത്തതല്ലേ AHD അല്ലേ? ഇത് AHD വിത്ത് വൈഡ് ഫിഷ് ആയി വരും. കിഡിലൻ സാധനമാണ് കേട്ടോ, നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ഇതിന് 1600 MRP വരും. നമുക്ക് കസ്റ്റമറിന് സെപ്പറേറ്റ് കൊടുക്കുന്നത് 750. പക്ഷെ ഈ കോംബോയിൽ വരുമ്പോ ഇത് പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയാൻ വിട്ടൊരു സാധനം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ചോദിക്കും ഇതിന്റെ ബേസ് ട്യൂബ് എവിടെയാണ്, പക്ഷെ ഇതിന്റെ കൂടെ തരുന്ന ഒരു കിണ്ണ സാധനമാണ് അല്ലേ? അതെ. ഇതൊന്നും പിടിച്ച ഇത് സംഭവം ബേസ് ട്യൂബ് അല്ല. ഇത് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഓഡിയോ ലവേഴ്സിനായിട്ടാണ് ഈ കോംബോ. അതായത് അണ്ടർ സീറ്റ് ആണ് അല്ലേ? അണ്ടർ സീറ്റ്. ഇത് എങ്ങനെ പറഞ്ഞാൽ ഇതിലൊരു ബേസ് വരും, ഇതിലൊരു ബീറ്റ് വരും, വല്ലാണ്ട് ദമ്മുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് സീറ്റിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ് ബീറ്റ്, ഇതിലത്തെ വോയിസ്, ഇതിലത്തെ ട്രിബിള്, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3D എഫക്ട് കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ ഇതിനും ഈ വയറിംഗ് കിറ്റ് വേണം? ഇതിനും ഈ വയറിംഗ് കിറ്റ് വേണം. ശരി, ഓക്കെ. അപ്പൊ ഈ കിറ്റ്, ഈ കോംബോ അങ്ങനെ നിങ്ങൾക്ക് നമുക്ക് കൂട്ടി വരുമ്പോ 17,000 രൂപയാണ്. 17 രൂപ. ശരിയാ. നമ്മള് സൂപ്പർ ഓഫർ ആയിട്ട് 13,500 കൊടുക്കും. 13,500 ഈ കംപ്ലീറ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മാത്രം എന്ത് വില വരുന്നുണ്ട്? ഈ ഒറ്റ സാധനത്തിന്റെ വില? ഇതിന് മാത്രം നിങ്ങൾക്ക് വയറിംഗ് കിറ്റ് അടക്കം 4,000 രൂപ. 4,000 രൂപ വരും. അതായത് 13,500 ഇവർ ഈ മൊത്തം സാധനത്തിന്റെ വില പറഞ്ഞത്. ഇതിന് മാത്രം വയറിംഗ് കിറ്റ് അടക്കം 4,000 രൂപ വരും എന്ന് പറയുമ്പോൾ 4 × 8 ആയില്ല. അപ്പൊ തന്നെ ബാക്കി ഈ സാധനത്തിന്റെ വിലയൊക്കെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. പിന്നെ ഇതെല്ലാം 1 ഇയർ വാറന്റി അല്ലേ? എല്ലാം 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി. റീപ്ലേസ്മെന്റ് ആണ്. ഇതടക്കം റീപ്ലേസ്മെന്റ് ആണ്. ഇതടക്കം റീപ്ലേസ്മെന്റ് ആണ്. ഇത് കംപ്ലൈന്റ് ആവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി അല്ലേ? അത് മാത്രമല്ല ഇൻബിൽഡ് ആംബ് വരുന്നുണ്ട് അല്ലേ? നല്ല അത്യാവശ്യം മോശമില്ലാണ്ട് ഉള്ളിൽ വെക്കുന്നതായതുകൊണ്ട് നല്ല വർക്കിംഗ് ഉണ്ട്. ചെയ്ത് കാണിച്ചു കൊടുക്കൂല നിങ്ങൾ? കാണിച്ചു കൊടുക്കുക. അടിപൊളി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇത് നമ്മുടെ മൈൽഡ് ബീറ്റ് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 13,500 കസ്റ്റമറിന് കൊടുക്കാം. അത് 17 സംതിങ് റേറ്റ് വരുന്ന സാധനം 13,500. ഇത് ഒറ്റ കോംബോ ആയിട്ട് തരും. ഇതിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സാധനങ്ങൾ തരുമ്പോൾ അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൈസ് കൊടുത്താൽ. ഇനി അതാ ഒരു സംഭവം, ഒരു കോംബോയും കൂടി ഉണ്ട്, പ്രീമിയം സാധനമാണ് അല്ലേ? ഇത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ്, എല്ലാ കസ്റ്റമറും എല്ലാം സാറ്റിസ്ഫൈഡ് ആയി പോകുന്ന ഒരു കിറ്റാണ് ഇത്. ഇതിൽ എന്ത് വെക്കപ്പെടുന്ന പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ആവുന്ന G-Sonic സ്റ്റീരിയോ. അടിപൊളി സാധനം. 1.5 കൊല്ലം വാറന്റി വരുന്നത്.
ഇത് QLED വരുന്നത്. ഇതിൽ തന്നെ ക്യാമറ വരും. ഓക്കെ, ക്യാമറ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യണ്ട. ക്യാമറ സെപ്പറേറ്റ് ആഡ് നമ്മൾ എന്തായിരുന്നു ഫസ്റ്റ് പ്രൈസ് പറഞ്ഞേ? 6500. ശരി. നെക്സ്റ്റ് ഏത് ഫ്രെയിം വേണമെങ്കിലും ഏത് വണ്ടിയുടെ ഫ്രെയിം വേണമെങ്കിലും വരും. പിന്നെ ഇതാണെങ്കിലോ, ഇതാണ് മെയിൻ സാധനം. നമ്മൾ ആദ്യം കാണിച്ച കോംബോയില് ഇതിന്റെ മിനി വേർഷൻ ആണ്. ശരിയാ. ഇപ്രാവശ്യം വന്ന് പ്രീമിയം സാധനം. ഇത് എത്ര ഇഞ്ച് ഇതിന്റെ സബ് വരുന്നത്? ഇതിന് 10 ഇഞ്ച് സബ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കുമ്പോൾ നമുക്ക് കസ്റ്റമറിന് ഓഫർ പ്രൈസ് ആയിട്ട് 6500 കൊടുക്കാം. ഒരു മിനിറ്റ്, ഇതിനകത്ത് സപ്ലൈ വരുന്നത് പിന്നെ ഊഫറിന്റേത് 40 ഓംസ് വരുന്നുണ്ട്. 40 ഔട്ട്പുട്ട് 600 വാട്ട്സ്, 600 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. 600 വാട്ട്സ് ഔട്ട്പുട്ട്. ഓക്കെ, ഇത് നല്ല അടിപൊളി സാധനം. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഏതൻസ് പറഞ്ഞിട്ട്. അതെ അല്ലേ? ഇതിൽ എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. ഇത് രണ്ടും കൂടിയാണ് എത്ര പറഞ്ഞത്? 6500 കൊടുക്കാം. സാധനത്തിന്റെ വില ഇത് രണ്ടും മാത്രം. ഓക്കെ, എന്തിന് ബാക്കി കൂടി പറ. ഇനിയിപ്പോ സ്റ്റീരിയോ നമുക്ക് ഇതെടുത്ത് അണ്ടർ സീറ്റ് ഊഫർ എടുത്ത് ഇതിൽ നിങ്ങൾക്ക് മൈൽഡ് ബീറ്റും ചെറിയൊരു ബേസും കിട്ടും. ശരി. നെക്സ്റ്റ് കോമ്പണന്റില് ഒരു പ്രീമിയം സാധനം, ഹൈപ്പർസോണിക്കില് അതിന്റെ ഊഫർ ഇതാണ്. ശരി. ഇത് മറ്റേ അത്യാവശ്യം നല്ല പ്രൈസ് ഇല്ലേ? ഇതില് 2 ഊഫറിന് 2 ക്രോസ് ഓവർ ഉണ്ട്. അത് ഇൻപുട്ട് ഒന്ന്, ട്വീറ്ററിന് ഒന്ന്, ഈ ഊഫറിന് മൊത്തം 3 സ്പ്ലിറ്റ് ആക്കി കൊണ്ടുവന്ന് തരും. പിന്നെ അതുപോലെ ഇതിന്റെ ട്വീറ്ററും ഉണ്ട്. ഇതൊക്കെ നമ്മൾ വണ്ടിന്റെ പില്ലർ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നല്ല വൃത്തി ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ MRP വരുന്നത് 6000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് 3500. ശരി. ഓക്കെ, നെക്സ്റ്റ് ഈ ഹൈപ്പർസോണിക് ബ്രാൻഡിലെ വരുന്ന കോആക്സിയൽ സ്പീക്കർ 2 കോആക്സിയൽ സ്പീക്കർ ഉണ്ട്, 3-way സ്പീക്കർ. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് കസ്റ്റമറിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 1500 രൂപ. ശരി. അപ്പൊ ഇതിപ്പോ നമ്മൾ എന്താ ഇതിന്റെ ഒരു ബെസ്റ്റ് പ്രൈസ് പറ? ഇതിപ്പോ ഈ കോംബോ എടുക്കുക വെച്ചെങ്കിൽ നിങ്ങൾ 100% ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈ ആവും. ശരി. ഒരു ഇരിക്കുമ്പോൾ ഒരു 3D എഫക്ട്, അടിപൊളി ഒരു ക്വാളിറ്റി ഇട്ട ഒരു ഫീൽ ആവുകൊണ്ട് നിങ്ങൾ ഒരാൾ മോശം പറയില്ലല്ലോ. ശരി. നിങ്ങൾ ഫിറ്റിംഗ് ഇല്ല ഇവിടെ? ഇത് ഞങ്ങൾ എന്തെടുത്താലും ഞങ്ങൾ ഫിറ്റിങ്ങിന് ആളെ ഏൽപ്പിച്ചു തരും. അവിടുന്ന് നിങ്ങൾ ഒരു ലേബർ ചാർജ് ഞങ്ങൾ എന്താന്നുള്ളത് ഇവിടെ പറയും. നമ്മുടെ കടയിൽ നിന്ന് ഒരു പയ്യൻ കൊണ്ടുവന്ന് നിങ്ങളെ വിളിച്ച് അവിടെ സെറ്റ് ആക്കിയിട്ട് അവിടുന്ന് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാം. അതെ, മുഴുവൻ ചെക്ക് ചെയ്ത് എല്ലാം നോക്കിയിട്ട് മാത്രം പോയാൽ മതി കേട്ടോ. ശരി. ഇപ്പൊ ഇതിന്റെ വില പറ, അത് കേട്ടെ. ഇത് നമുക്ക് വരുമ്പോ ഒരു 21,500 ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ വരും. നമുക്ക് വന്നിട്ട് ഈ കോംബോ നിങ്ങൾക്ക് ഒരു 18,500 കൊടുക്കാം. 18,500. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുന്നൊക്കെ ഫൈനൽ പ്രൈസ് ആണോ? എല്ലാം, അതായത് ഡെഡ്. ഇതിൽ കുറച്ച് ആരും കൊടുക്കാൻ പറ്റില്ല മാർക്കറ്റിൽ. ഞാൻ ഇനിയും കുറച്ച് ചോദിച്ചാൽ ഞാൻ ഓടിക്കോ? ഈ മാർക്കറ്റിൽ ആരും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോളൂ, ധൈര്യമായിട്ട് വന്ന് നോക്കിക്കോളൂ. അതായത് മെയിനായിട്ട് പറയേണ്ടത് സാധനങ്ങളുടെ ക്വാളിറ്റി. എല്ലാവരും പറയുന്ന ഒരു കമന്റ് ആണ്, അതായത് കേട്ട് ഞാൻ മടുത്ത കമന്റ് ആണ്. അതായത് ഉടായ്പ സാധനങ്ങളാണ്, പറ്റിപ്പീരാണ്, അതായത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം കിട്ടൂല, ഒരു കുഴപ്പമില്ല ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം. കാരണം നമ്മളിപ്പോ ഒരു 1.5 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പൊ ഉടായ്പ സാധനം കൊടുത്താൽ എനിക്ക് വല്ല പ്രശ്നം? 10-20 പേർക്ക് കൊടുത്ത് ഉടായ്പ വെച്ചാൽ നമുക്ക് നഷ്ടമാണല്ലോ. അത് മാത്രമല്ല, മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് പേർക്ക് ഈ സാധനം കൊടുത്തു വിടുന്നുണ്ട്, ഇവർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ആവശ്യമില്ലാണ്ട് എന്ത് കണ്ടാലും നെഗറ്റീവ് പറയാനിരിക്കുന്നവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുക പൂർവാധികം ശക്തിയോട് കൂടിയിട്ട്. മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കുക പറയുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇത് എന്താണെന്ന് കൂടി എല്ലാവർക്കും കാണുന്നത്. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് കേട്ടോ. ആവശ്യമുള്ളവരെല്ലാവരും ആയിരക്കണക്കിന് 10,000 ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. സാധനത്തിന്റെ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല. വാറണ്ടി ഗ്യാരണ്ടി എല്ലാം നമ്മൾ പക്ക ചെയ്ത് കൊടുക്കൂലേ. ഈ കോംബോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊറിയർ കോംബോ അങ്ങനെ കൊറിയർ അയക്കാം. കൂടി പോയി 2.5 കിലോ ഉണ്ടാവുള്ളൂ, 120 രൂപ ഉണ്ടാവുള്ളൂ. അതെ. പക്ഷെ ബേസ് വരുമ്പോൾ കുറച്ച് വെയിറ്റ് മാത്രം മാക്സിമം 500 രൂപ. അതെ, മാക്സിമം ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാം, ഇവിടെ വരുവാൻ വേണ്ട. ധൈര്യമായിട്ട് മേടിച്ചു എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു, എൻ്റെ നമ്പർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബയോലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്ത് വിഷയം ഉണ്ടെങ്കിലും വിളിക്കാം. കാരണം അത്രയും ധൈര്യം ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അല്ലേ. 1.5 വർഷത്തിന് മേലെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സംഗതികളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഒരുപാട് സമയം പോകുന്നില്ല, നമുക്ക് ഓടിപ്പോയി സീറ്റ് കവർ കാണിച്ചു കൊടുക്കാം. അതായത് നമ്മളിവിടെ ഏറ്റവും വൈറലായിട്ട് ഇന്ന് വരെ കാണിച്ചിട്ടുള്ള സാധനമാണ്. ഒരു 5 സീറ്റർ കാറിന് വേണ്ട കംപ്ലീറ്റ് സീറ്റ് വെറും 1,800 രൂപ. ഒരു ഡിസ്കൗണ്ട് പറ. 1,800 1,700 തരാം. അതാണ് 1,700 രൂപയ്ക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അതായത് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു സീറ്റേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു മാരുതി ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും സെൻ ആണെങ്കിലും ഏതാണെങ്കിലും ഒരു വണ്ടീന്റെ മുഴുവൻ സീറ്റിലേക്ക് ഇടാനുള്ള കംപ്ലീറ്റ് സാധനം അല്ലേ. അങ്ങനെ ഒരു ബാഗിലിട്ട് തരും. അതേപോലെ ബാഗിലിട്ട് തരും. ശരി. അത് ഒരു ആലോചിച്ച് നോക്കണം. 1,700 രൂപയ്ക്ക് ഈ മെറ്റീരിയലിന് പൈസ കൊടുക്കണ്ടേ അല്ലേ. ഈ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ചിന് എന്ത് പറയാൻ, അതിന് പൈസ കൊടുക്കണ്ടേ അല്ലേ. പണിക്കൂലി കൊടുക്കണ്ടേ. പിന്നെ അതായത് ആ സാധനമാണ് നിങ്ങൾക്ക് വെറും 1,700 രൂപ ഒരു വണ്ടിക്ക് കംപ്ലീറ്റ് വേണ്ട സാധനം തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മോഡൽ ഏതാ? ഈ 1,800 തന്നെ നിങ്ങൾക്ക് കുറച്ച് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് റെഡിന്റെ റെഡ്, ബ്ലാക്ക്. ഇത് വന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ ഇഷ്ടപ്പെടും. ഇത്
പിന്നെ അങ്ങനെ ബീജ്, ബ്രൗൺ, ഒരുപാട് മോഡൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സ്കീം വേണമെങ്കിൽ അത് കസ്റ്റം പറഞ്ഞാൽ അത് അടിച്ചു കൊടുക്കാം. അതെ, ഈ റേറ്റിൽ അല്ലേ? ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇടുന്ന സീറ്റാണ്, ഒന്നും ചെയ്യണ്ട, ബക്കറ്റ് വരില്ല. ശരി, ഇത് സെമി ബക്കറ്റ് സീറ്റ് കവർ. സെമി ബക്കറ്റ് സീറ്റ് കവർ പ്രൈസ് എന്ത് വരുന്നുണ്ട്? ഇത് 2500 വരും. 2500 ഈ സ്റ്റിച്ചിങ് ഉള്ള സാധനം. ഈ സ്റ്റിച്ചിങ് ഉള്ള സാധനം 2500. നേരത്തെ 3500 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ അത് വേറൊരു സാധനം കൂടി ഉണ്ടല്ലേ. ഇത് നോക്കിയോ, 2500 രൂപയ്ക്ക് ഇതും നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് സാധനം. ഫ്രണ്ടിൽ 2 സീറ്റ്, ബാക്കിലെ ഫുൾ സീറ്റിലേക്ക് ഒക്കെ ഇടാനുള്ള സാധനമാണ്. ഇത്രയും വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങും അല്ലേ? ഇത് ഏത് സാധനം ഇവിടുന്ന് എടുത്താലും നമ്മൾ ഫിറ്റിംഗിന് ആളെ ഏൽപ്പിച്ചു തരും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് ചെയ്തു ഒരു 1.5 മണിക്കൂറൊക്കെ മതിയാവും. 1 മണിക്കൂർ മതി. ഇതിന് എത്ര? 2500. ഇത് 2500 വെറൈറ്റി വരുന്നത് നോക്കിയോളി. എപ്പോഴും നിങ്ങൾ വരുമ്പോ 4-5 മോഡൽ ഉണ്ടാവും. ഇത് അടുത്തത് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പ്യോർ ബീജ്. പിന്നെ നമുക്ക് റെഡ് ഹണിക്കോംബ് ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡയമണ്ട് ഡിസൈൻ വരുന്നത് വൈറ്റ് കളറിൽ. എല്ലാം നിങ്ങൾക്ക് ഇത് മാറ്റ് ഫിനിഷ് ഡിസൈൻ. അങ്ങനെ ഇതില് വേറെയും ഡിസൈൻസ് ഉണ്ട്, എല്ലാം കൂടി വലിച്ചിടുന്നില്ല എന്നുള്ളൂ. അപ്പൊ 2500 അങ്ങനെ കുറെ സാധനം ഉണ്ട്. അടുത്തത് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം അല്ലെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അല്ലേ? ഇതിപ്പോ അതതായിട്ട് വണ്ടിക്ക് മാത്രം വരുന്നത് ഫുൾ ബക്കറ്റ്. 1 ഇഞ്ചും കൂടി അവിടെ ഇവിടെ സ്റ്റിച്ചിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ല. ആ വണ്ടിക്ക് ഈ സ്റ്റിച്ചിങ് ഒന്ന് നോക്കിയേ, എന്നാ ക്വാളിറ്റി അല്ലേ? ഇത് ശരിക്കും ഇതിപ്പോ മാഗ്നറ്റിന്റെ ആണ്. മാഗ്നറ്റ് അങ്ങനെ ഓരോ വണ്ടിയുടെ സെപ്പറേറ്റ് ആയിട്ട് ഇത് എല്ലാ ഫുൾ സെറ്റ് ഉണ്ടാവും. ഫുൾ സെറ്റ് ഉണ്ടാവും. ഞാനിപ്പോ ഒരു പീസ് മാത്രം എടുത്ത് ഇത് വന്ന് പ്രീമിയം ക്വാളിറ്റി ആണ്. 4000 രൂപ. ഇതിപ്പോ അടിച്ചെടുക്കണമെങ്കിൽ എന്തായാലും 7000-8000 രൂപ ആവും. കുറഞ്ഞത് കൊടുക്കണം ഇവിടെ. മാർക്കറ്റ് റേറ്റ് തന്നെ നിങ്ങൾക്ക് 8000 രൂപ കൊടുക്കണം. ശരി, ഞാൻ അതിലും കുറച്ച് 4000 രൂപ കൊടുക്കും. ഈ 4000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വണ്ടിക്ക് വേണ്ട മുഴുവൻ സാധനവും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. അതായത് ഇതിന് ഓരോ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഓരോ മെറ്റീരിയലും ഓരോ ബിറ്റ് മാറ്റമുണ്ട്. ഇതൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത്രയും ഫിനിഷിംഗോട് അടിപൊളി. ബാജിങ് അടക്കം ഇതിൽ ഇനിയും വെറൈറ്റി കാണിച്ചു. ഇനി വേറെ ഇതുണ്ട് അല്ലേ? ഇത് നോക്കി, എർട്ടിക 7 സീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 2000 രൂപയും കൂടി കൂടും. 6 രൂപ വരും അല്ലേ? 6 രൂപ വരും. ഇത് എർട്ടിക, അതായത് അതില് 7 സീറ്റ് വരുന്നോണ്ടാട്ടോ. ഇത് നമ്മുടെ പഴയ ബലേനോ. അടിപൊളി, പഴയ ബലേനോ. ശരി. ഇതാണെങ്കിലോ? ഇത് നമ്മുടെ പുതിയ സ്വിഫ്റ്റ്. ഇതാ ബക്കറ്റൊക്കെ പക്ക കിട്ടും. ബക്കറ്റ് പക്ക 100% പക്കായിട്ട് കിട്ടും. ഇത് നല്ല രസമുണ്ടല്ലോ ബീച്ച്. ഇത് നമ്മുടെ ഡിസയർ, നല്ല സീറ്റ്, പുതിയ ഡിസയർ. അതെ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക്. ഇത് വന്ന് ഫ്രോങ്സ് ന്യൂ ബലേനോ. അത് രണ്ടും ഒരേ സീറ്റാണ്. ശരി, അടിപൊളി. ഇത് കുറെ ഉണ്ടല്ലോ, കുറെ മോഡൽസ് ഉണ്ടല്ലോ അല്ലേ? ഇത് അങ്ങനെ കുറെ മോഡൽസ് നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഇതൊക്കെയാണ് പുതിയ സ്വിഫ്റ്റ്, പുതിയ എർട്ടിക, അങ്ങനെ കുറെ മോഡൽസ് നമ്മൾ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4-5 എണ്ണം ഉണ്ടാവും. അതിൽ നോക്കി സാധനം 4000 രൂപയ്ക്ക് 5 സീറ്ററിന്റെ ഈ പ്രീമിയം സാധനം എടുക്കാം. 7 സീറ്റർ ആണെങ്കിൽ ഒരു 2 രൂപ കൂട്ടി 7 രൂപ കൊടുക്കാം. 7 രൂപ. അടിപൊളി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഇവിടെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഇതല്ലേ സ്റ്റിയറിംഗ് കവർ. ആര് സീറ്റ് കവർ എടുത്താലും ഒരു സ്റ്റിയറിംഗ് കവർ എടുക്കാണ്ട് പോകാറില്ല ഇവിടെ. ഫ്രീ കൊടുക്കുമോ? എന്ത് വിലയുണ്ട്? 200 രൂപ. അതൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ഒരാളെ വിഷമിപ്പിക്കരുത്. നല്ല പ്രൈസ് കൊടുക്കണേ. വീഡിയോ കണ്ടുവരുന്നത് കണ്ടിരുന്നു പറഞ്ഞ കേട്ടോ. കുറെ മോഡൽസ് ഉണ്ടോ? കുറെ മോഡൽസ് ഉണ്ട്. പിന്നെ ഈ ബോഡി കവർ, ഒരു പുതിയ വണ്ടി മേടിക്കണവര് വണ്ടി നിർത്തിയിടുമ്പോ. ശരി, അതായത് ഇപ്പൊ പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും ഇതിന് വേറൊരു ഗുണം പറഞ്ഞുതരാം. ഇപ്പൊ മഴക്കാലാണല്ലേ, ഇനിയിപ്പോ ഈ മെയ്യങ്ങ് കഴിഞ്ഞാൽ ഈ മഴയായി, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് കേട്ടോ. ഇതിൽ എന്താ പ്രത്യേകത? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇത് നമുക്ക് എന്ത് വെയിറ്റ് കാരണം പറഞ്ഞാൽ ഇതിലൊരു റബ്ബർ കോട്ടിംഗ് ഉണ്ട് ഉള്ളിലല്ലേ? ഉള്ളിൽ ഒരു റബ്ബർ സ്ക്രാച്ച് വീഴാതിരിക്കാൻ, വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ. സ്ക്രാച്ചിന്റെ എന്തോ പറഞ്ഞില്ലായിരുന്നു? സ്ക്രാച്ചിന്റെ സംഭവം വേറെ. കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു മൊത്തത്തിൽ ഒരു വണ്ടിന്റെ സാധനത്തിന് എന്ത് വിലയുണ്ട്? ഇതൊരു വണ്ടി ഇത് സ്റ്റാർട്ടിങ് 1500 രൂപ. സ്റ്റാർട്ടിങ് 1500 രൂപ. ശരി, അത് ഇത്രയും വലിയൊരു പീസിനല്ലേ? ഇത് റബ്ബർ. ശരി, റബ്ബർ സംഭവം ഉണ്ട്. ഒരു 80% നിങ്ങൾക്ക് വാട്ടർ. ഇത് 5 സീറ്ററോ 7 സീറ്ററോ? ഇത് 5 സീറ്റർ. 7 സീറ്ററിനും ഇല്ലേ? ഓരോ വണ്ടിക്ക് ഓരോ സൈസ് ഉണ്ട്. അത് പ്രകാരം നമ്മൾ തരും. ഇത് 1500 അല്ലേ പറഞ്ഞേ? ഇത് 1500, മാക്സിമം 1800. വേറെ ഏതാ മോഡലുള്ള? റേറ്റ് കുറഞ്ഞ മോഡല് അത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 650 രൂപ തൊട്ട് കൊടുക്കും. 650 കിട്ടും. അപ്പൊ വലിയ വിലന്റെ മാത്രമല്ല കേട്ടോ. 650, 750, 850, 1000. 4 മോശമൊന്നുമില്ല. അത്യാവശ്യം എന്താ നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയാണല്ലേ? ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഇത് നമ്മളെല്ലാവരും യൂസ് ചെയ്ത് സാധാരണ യൂസ് ചെയ്യുന്ന കാണുന്ന സാധനമാണ് കേട്ടോ. നോർമൽ സാധനമാണ്. പക്ഷെ ഇതായാലും മതി, അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇത് നമുക്ക് 650 തുടങ്ങിയിട്ട് 1500 വരെ 1000 രൂപ വരെ ഉള്ളൂ. 1000 രൂപ. ശരി. വീൽ കപ്പ് ഒക്കെ ഉണ്ടല്ലോ. വീൽ കപ്പ് അതുപോലെ നമ്മള് ഹോൾസെയിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് 12-13 സിംഗിൾ കളർ എടുക്കുമ്പോ
400 രൂപയ്ക്ക് കൊടുക്കാം. 4 എണ്ണത്തിനാട്ടോ, ഒന്നിനെണ്ണത്തിന്. ഡബിൾ കളർ എടുക്കുമ്പോൾ ഒരു 500 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. അതായത് 12ഉം 13ഉം. ഇനിയിപ്പോ അതിന്റെ മേലേക്ക് വരുമ്പോഴോ 14ഉം 15ഉം. ശരി. നമുക്ക് ഒരു 500 രൂപയ്ക്ക് സിംഗിൾ കളർ കൊടുക്കാം, 600 രൂപയ്ക്ക് ഡബിൾ കളർ കൊടുക്കാം. 4ഉം ചേർത്ത് കൊടുക്കാം. ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് കാർട്ടൂൺ ആയിട്ട് അയക്കുന്നുണ്ട്. അതായത് ഇതിനേക്കാളൊക്കെ ഒരുപാട് വില കുറച്ചിട്ട് ഒരു 10ഉം 50ഉം പീസൊക്കെ എടുക്കുമ്പോൾ അല്ലേ, ആലോചിക്കണം. ഈ 14ഉം 15നും 500 രൂപയും 12നും 400 രൂപ. ഡബിൾ കളറിന് ഒരു 100 രൂപ കൂടുതൽ. പിന്നെ വേറെ അതിന്റെ വലുതൊക്കെ വരുമ്പോഴൊക്കെ മാക്സിമം എത്ര തുടങ്ങി? 12 തുടങ്ങി 16 വരെ. അതന്നെ, അതായത് ഇപ്പൊ 400 രൂപയിൽ തുടങ്ങി 600 രൂപ വരെ. 600 രൂപ വരെ ഉള്ളൂ വില 4 നോക്കിക്കോളൂ. നിങ്ങൾക്കൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള അന്വേഷിച്ചാൽ മതി. ഏത് സാധനവും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇതിനകത്തൊക്കെ ഈ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സീറ്റും സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. നാസി ബ്രോ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്യുമ്പോഴേ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുക്കണം. ഓക്കെ. ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് കൊറിയറിനായിട്ട് ഒരാളിനെ ഇട്ടിട്ടുണ്ട്. ശരി. അവിടെ സംസാരിച്ചിട്ട് കുറച്ച് തമിഴൊക്കെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. കൊറിയർ ഇത്ര വെയിറ്റ് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയും. ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നു പറയും. കേരളത്തിലേക്ക് ഞാൻ എത്ര ദിവസം കൊണ്ട് എല്ലായിടത്തും കിട്ടും? ഇപ്പൊ നമുക്ക് ഒരു സേഫ്റ്റി ആയിട്ട് നോക്കണമെങ്കിൽ എന്തായാലും ഒരു 3 ദിവസം ആവും. എന്താ പറഞ്ഞാൽ നമ്മള് ഫാസ്റ്റ് കൊറിയർ ഇടുമ്പോ കുറച്ച് പൊട്ടുന്നു. അപ്പൊ നമ്മള് സേഫ് കൊറിയർ ട്രാക്ക് ഓൺ പറഞ്ഞിട്ടൊരു കൊറിയർ ഉണ്ട്. അതിൽ 3 ദിവസം ആവും. ഇവിടുന്ന് ഇട്ടിട്ട് ആ റെസിപ്റ്റ് നിങ്ങൾക്ക് അവർ ഫോർവേഡ് ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും. ഗ്യാരണ്ടി ആയിട്ട് കിട്ടും കേട്ടോ. അത് ഒരു പേടിയും വേണ്ട. ലാസ്റ്റ് വീഡിയോ കാണിച്ചതിനേക്കാളും എല്ലാ സാധനം ക്വാളിറ്റിയും പ്രൈസും കുറച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നല്ല വേമ്പ നമുക്ക് ഇനി ഇപ്പൊ മെയിൻ സാധനങ്ങൾ, അതായത് കുറച്ച് മാറ്റും കൂടി കാണിച്ച് ഈ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പൊ മാറ്റിൽ നമ്മുടെ അടുത്ത് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്? മാറ്റ് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് PVC ക്വാളിറ്റി, റബ്ബർ. നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള മോഡലാണ്. വണ്ടി ഒരു കംപ്ലീറ്റ് വണ്ടിക്ക് വെറും 400 രൂപയ്ക്ക് ഞാൻ കൊടുക്കാം. 400 രൂപ. 5 സീറ്റർ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇതേതാ? പിന്നെ ഈ ഫോം ടൈപ്പില് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈമിനേക്കാളും കുറച്ചും കൂടി ഗ്രിപ്പി ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഫുൾ സെറ്റ് ഫോം ടൈപ്പ് വാഷബിൾ നമുക്ക് 500 രൂപയ്ക്ക് കൊടുക്കാം. 500 രൂപയ്ക്ക്. അത് അത്യാവശ്യം നല്ലൊരു ബക്കറ്റ്, അതായത് നമ്മുടെ ഒരു കൊട്ട പോലെ വരുന്ന സാധനം അല്ലേ, പൊടി പുറത്തു പോകില്ല. അതെല്ലാരും നോക്കുന്ന സാധനമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാറ്റ് കുറച്ചും കൂടി ട്രേ ടൈപ്പ്. അതെ ട്രേ വരുന്നത്. ഇത് നല്ലൊരു സ്റ്റഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഇത് മാത്രമല്ല മെറ്റീരിയൽ അടിപൊളിയാണ്. മെറ്റീരിയൽ അടിപൊളിയാണ്. ഇത് ലാസ്റ്റ് ടൈമിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഇതിങ്ങനെ മടങ്ങിയൊന്നും പോകില്ല കേട്ടോ. ഇത് നമുക്ക് 1000 രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ്. പ്രാവശ്യം 900 ഇട്ട് തരാം. 900 രൂപ. അത് കഴിഞ്ഞാൽ പിന്നെ നൂഡിൽസ് അല്ലേ? നൂഡിൽസ് മാറ്റില് കുറെ കളർ 4-5 കളർ വെറൈറ്റി ഉണ്ട്. ശരി. ഇതൊക്കെ ഓരോ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് സ്വയം കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് 950 കൊടുക്കാം. 950 ഒരു കംപ്ലീറ്റ് സെറ്റ്. 5 സീറ്റർ അല്ലേ? ഇത് 5 സീറ്റർ. പല കളേഴ്സും ഉണ്ട്. പല കളേഴ്സ് ഉണ്ട്. ഇത് ഏത് കളർ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്ത് എന്തായാലും സ്ക്വയർ ഫീറ്റ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു 45-50 രൂപ വരും. എന്തായാലും വരും. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് 1500 രൂപ മേലെ വരും. ഇതാണെങ്കിലോ? ഇത് നമ്മുടെ ഓരോ വണ്ടിക്കായിട്ടുള്ളത്. ഇപ്പൊ ഇത് എർട്ടിഗ 2018 7 സീറ്റർ അല്ലേ? ഇത്ര സാധനം ഉണ്ട് കേട്ടോ. ഇതെന്തോരുണ്ട്? ഇത് 1800 എർട്ടിഗയുടെ 7 സീറ്റർ ആയി വരണം. ശരി. നിങ്ങൾക്ക് ഒരു ഫ്രോങ്സ് ബലേനൊക്കെ വേണമെങ്കിൽ ഒരു 1400-1500 ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റും അല്ലേ? ഇനിയാണ് നമ്മൾ എല്ലാവരും എപ്പോഴും എടുക്കാൻ ആഗ്രഹിക്കുന്ന മെയിൻ സാധനം, അതായത് നമ്മുടെ 70 അല്ലേ? 70 മാറ്റ് പ്രശ്നം നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരി. ആ സ്റ്റിച്ചിങ് അടിപൊളി കേട്ടോ. അപ്പൊ ഇതിൽ വന്നേക്കുന്ന 2 സ്റ്റിച്ചിങ് ആട്ടോ. 2 ടൈപ്പാണ്. റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. റെഡ് കൊള്ളാട്ടോ സംഭവം. ഇത് അത്യാവശ്യം നല്ലൊരു, ഇത് ശരി ലെതർ അല്ല, റെക്സിനാണ്. ഇതിപ്പോ ഇതും അത്യാവശ്യം മോശമില്ലാണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു, ഇത് വാഷബിൾ ആണ്, നിങ്ങൾ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാം. ശരി. ഇതിൽ 2 ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ 1300 രൂപയ്ക്ക് തരാം. ഇത് 1500 രൂപയ്ക്ക്. 1500. ഓക്കെ. അതാ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റിന്റെ വ്യത്യാസമാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒക്കെ വീണ്ടും കുറയും എന്തായാലും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള മാറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയേണ്ട ഒറ്റ കേസുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരിട്ടോ. അതായത് ആൻഡ്രോയിഡ് ആണെങ്കിലും, ആൻഡ്രോയിഡിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിരത്തി ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൻ്റെ പുറമെ മാറ്റ് അല്ലേ, എല്ലാ ഐറ്റംസും ഉണ്ട്, സീറ്റ് കവർ എല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡും കൂടി വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഒരു 10-50 പ്രൊഡക്ട്സ് സെപ്പറേറ്റും കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് സമയം എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. നമ്പർ വെച്ചിട്ടുണ്ട്, വിളിക്കാൻ മറക്കണ്ട. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. കൊറിയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ആ ഷോപ്പിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷോപ്പ് വരുന്നത് കോയമ്പത്തൂരിൽ ഉക്കടം മാർക്കറ്റ്, ഉക്കടം പഴയ മാർക്കറ്റിൽ. ഷോപ്പ് നമ്പർ ഇപ്പോൾ 3 ഷോപ്പാക്കി, 84, 85, 86. ഷോപ്പിന്റെ പേര് ഷിഫ ഗേർസ്. രാവിലെ 8 മണി തൊട്ട് ഈവനിങ് 8 മണി വരെ ഉണ്ടാവും. രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 8 മണി വരെ ഉണ്ടാവും.
സൺഡേ ലീവാണ്, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഓപ്പൺ ആണ്. ഈ രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത് കേട്ടോ, മനുഷ്യനല്ലേ കിടന്നുറങ്ങണ്ടേ, അതുകൊണ്ടാണ് കുറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പരാതി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്ത്, ഞാൻ വീണ്ടും പറയുന്നു, ക്വാളിറ്റി വൈസും നിങ്ങൾക്ക് കിട്ടാവുന്ന ബഡ്ജറ്റിലും ഏറ്റവും കൂടുതൽ സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ പറയുന്നില്ല, അടുത്ത എപ്പിസോഡിൽ ബാക്കി പറഞ്ഞുതരാം. ഈ എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ വന്നിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും മാക്സിമം കുറഞ്ഞ പ്രൈസിൽ നാസിർ ബ്രോ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ബ്രോ അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്ത കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും